മണ്ണാങ്കട്ടം. എടാ, നീ ഓൺലൈൻ വഴി പ്രപ്പോസ് ചെയ്യാൻ നോക്കുന്നവരൊക്കെ ഈ ടെസ്റ്റ് ഒക്കെ പാസ്സായി വന്നവരാണോടാ? എന്നെ കൊണ്ട് വെറുതെ ഒന്നും പറയിപ്പിക്കരുത് കേട്ടോ. ആ എന്തുപോലെ ഏത് ടെസ്റ്റിനെ കുറിച്ചാ രണ്ടുപേരും പറഞ്ഞോണ്ടിരിക്കുന്നത്? അത് പിന്നെ മോളെ ഡ്രൈവിംഗ് ടെസ്റ്റ്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായിരിക്കണമെന്ന് അമ്മ എന്നോട് പറയായിരുന്നു. അതെ അതെ, വീട്ടിൽ വണ്ടിയുണ്ട്. പക്ഷെ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പോണമെന്നുണ്ടെങ്കിൽ ഇവന്റെ കാല് പിടിക്കണം. എന്റെ മരുമകളായി വരുന്നവൾക്ക് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ എന്റെ ഇഷ്ടത്തിന് അവളെയും കുട്ടി അങ്ങ് പോവാമല്ലോ. അത് ശരിയാ. പക്ഷെ എനിക്ക് താല്പര്യമില്ല. ഭാര്യയ്ക്ക് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ ഭർത്താവ് എന്നും സൈഡ് സീറ്റിലിരുന്ന് യാത്ര ചെയ്യേണ്ടി വരും. എനിക്കത് പറ്റില്ല. ഇന്ന് വണ്ടി ഓടിക്കോ? പിന്നെ ഞാൻ 2 വീലറും കാറും ഒക്കെ ഓടിക്കും. പക്ഷേ എനിക്ക് ഡ്രൈവിംഗിൽ വലിയ താല്പര്യമൊന്നുമില്ല. എങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എന്നെ പോലെ ആയിരിക്കണമെന്നൊന്നുമില്ലല്ലോ മഹേഷേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്. ഇപ്പോഴത്തെ മിക്ക പെൺകുട്ടികൾക്കും ഡ്രൈവിംഗ് ഒരു ക്രേസാ. മോളെ എടുപ്പുവാ, നമുക്കിവിടെ മിണ്ടിയും പറഞ്ഞൊക്കെ നിക്കാന്നേ. അല്ല, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അത് കഴിഞ്ഞ സമയം പോലെ ഞാൻ വരാം. ശരി. എടാ നീ മോനെ, എടാ മോനെ, നീ അവളെ ശ്രദ്ധിച്ചോ? രാഹുലുമായി പിരിഞ്ഞു വെക്കുന്നതിന്റെ എന്തെങ്കിലും ഒരു വിഷമം അവളുടെ മുഖത്തുണ്ടോ? എടാ, ഒരു ദിവസമെങ്കിലും രാഹുലും അവളുമായി ഒരുമിച്ച് ജീവിച്ചെങ്കിൽ അവളെ പോലൊരു പെണ്ണിന് ഇങ്ങനെ കളിയും തമാശയൊക്കെ പറഞ്ഞ് നടക്കാൻ പറ്റുമോ? പെണ്ണല്ലേ അമ്മേ. പെണ്ണിന്റെ മനസ്സുപോലെ രഹസ്യങ്ങൾ ഒളിപ്പിക്കാൻ പറ്റുന്ന വേറൊരു നിലവറ ഈ ലോകത്തിലില്ല. അതെ അമ്മേ, നമുക്ക് സെൽഫി എടുക്കാം. പോടാ, ഉള്ള സെൽഫിയൊക്കെ മതി. ഒരു സെൽഫി. ഡോക്ടർ രാഹുലും ഇന്ദുവും തമ്മിലുള്ള കല്യാണം നടക്കണമെന്ന് ആഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളുണ്ട്. അതുകൊണ്ട് ആ ബന്ധം നിലനിൽക്കണമെന്ന ആഗ്രഹവുമായിട്ട് ഞങ്ങൾ സാറിനോട് ഈ കാര്യം സംസാരിച്ചത്.